ഹലോ, അപ്പോൾ ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് പപ്പടം കൊണ്ട് അടിപൊളി ചമ്മന്തി ഉണ്ടാക്കി എടുത്താലോ. അതിന് വേണ്ടിയിട്ട് ചെറിയുള്ളി, തേങ്ങ, കുറച്ച് വറ്റൽമുളക്, പിന്നെ കുറച്ച് പുളി, പിന്നെ നമ്മുടെ പപ്പടമാണ് ആവശ്യമായിട്ടുള്ളത്. ആദ്യം തന്നെ ചട്ടി ഒന്ന് ചൂടാക്കി കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ചെറിയുള്ളി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. വറുത്തെല്ലാം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നീട് അതേ എണ്ണയിലേക്ക് നമ്മുടെ വറ്റൽമുളകും കൂടെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളകും കൂടെ വറുത്തെടുക്കുന്നുണ്ട്. ഈ ഒരു പച്ചമുളക് എണ്ണയിലിട്ട് വറുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും കിട്ടും. പിന്നെ ചെറിയ ചെറിയ പീസിലായിട്ട് നമ്മുടെ പപ്പടം ഒന്ന് വറുത്തെടുത്ത് നമ്മുടെ ചെറിയുള്ളി ഒന്ന് ഇടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വറ്റൽമുളകും കൂടെ ഒന്ന് ചേർത്ത് ചതച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് അരഞ്ഞു പോകേണ്ട, ചെറുക്കുന്ന എല്ലാം ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ആ ഒരു പച്ചമുളകില്ലേ, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് ചതച്ചതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതുപോലെ തന്നെ പുളി, പിന്നെ നമ്മൾ ബാക്കി വെച്ചിരുന്ന തേങ്ങ അതും കൂടെ ചേർത്തിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് അരയണ്ട, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ലാസ്റ്റായിട്ട് നമ്മൾ വറുത്ത് വെച്ച ഒരു പപ്പടവും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പപ്പട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായാലും വീട്ടിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ.